അറ്റാക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ കണ്ടുപിടിക്കുവാനുള്ള നൂതന മിഷണറി സഹായവും ഇവിടെ ലഭ്യമാണ്. പൂക്കോട്ടുംപാടത്ത് 24/7 പ്രവർത്തിക്കുന്ന ഏക സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മിത്ര ഹോസ്പിറ്റൽ, നിലമ്പൂർ റോഡ്, പൂക്കോട്ടുംപാടം. കാളികാവ് അഞ്ചച്ചവടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് കമ്മിറ്റി കിടപ്പ് രോഗികൾക്ക് കൈത്താങ്ങായി ചാരിറ്റി സെന്റർ ആരംഭിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് വിനോദ് പി മേനോൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി സിബി വയലിൽ മുഖ്യപ്രഭാഷണം നടത്തി. ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. സംഘടനാ കാര്യങ്ങളാണെങ്കിലും ഏറ്റവും നല്ല രീതിയിൽ എന്ന് തുടരുകയാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും അതിന് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ഈ രണ്ടുപേരും ഏകദേശം 25ഓളം വർഷങ്ങളായി ഈ സംഘടനയെ ഈ കരുത്തോടുകൂടി ഈ പറയുന്ന അഞ്ചച്ചവടിയിൽ നയിക്കുന്നത് അതുകൊണ്ട് അഭിമാനമായ കാര്യമാണ്. രണ്ടാമത് പ്രിയപ്പെട്ട സജിയുണ്ട്, എവിയേരീഷുണ്ട്, പ്രിയപ്പെട്ട എഴുത്തുകാരനുണ്ട്. എല്ലാവർക്കും ഈ ഒരു കൃത്യമായ രീതിയിലുള്ള ഇഫ്താറിന്റെ ആശംസകൾ നേടുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സംഘടന എന്താണെന്നുള്ള ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് അവർ കാണുന്നത്. ഈ കരുത്തും ഈ ശക്തിയും ഈ ദുനിയുമെല്ലാം നമ്മൾ ഒന്നാണെന്നുള്ള ഒരു വിളിച്ചോദ്യം തന്നെയാണ്. ഒരിക്കൽ കൂടി എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ബാക്കിയുള്ള നേതാക്കന്മാർക്കെല്ലാം നാടിന്റെ എല്ലാ മേഖലകളിലും ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കൂട്ടായ്മയാണ് അഞ്ചച്ചവടിയിലെ വ്യാപാരികൾ. ഇതിനോടൊപ്പമാണ് വ്യാപാരികൾ ചാരിറ്റി സെന്റർ കൂടി ആരംഭിച്ചത്. കിടപ്പ് രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഏറെ ഗുണകരമായ ഉപകരണങ്ങളാണ് ചാരിറ്റി സെന്ററിലുള്ളത്. സ്ട്രക്ചർ, വീൽചെയർ, ICU ബെഡ്, ഓക്സിജൻ സിലിണ്ടർ തുടങ്ങി 20ഓളം ഉപകരണങ്ങൾ സൗജന്യമായി നൽകുന്ന ചാരിറ്റി സെന്ററാണ് വ്യാപാരികൾ അഞ്ചച്ചവടിയിൽ ആരംഭിച്ചത്. സെന്റർ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇഫ്താർ വിരുന്നും സംഘടിപ്പിച്ചു. ബുസ്താനുൽ ഉലൂം മദ്രസ ഹാളിൽ നടത്തിയ സംഗമത്തിൽ 200ഓളം പേർ പങ്കെടുത്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ അഞ്ചച്ചവടി, വാർഡ് മെമ്പർമാരായ M ജിംഷാദ്, K റിയാസ് പാലോളി തുടങ്ങിയവർ അതിഥികളായി. വ്യാപാരി യൂണിറ്റ് പ്രസിഡന്റ് K കൃഷ്ണകുമാർ, ജനറൽ സെക്രട്ടറി സൈനുദ്ദീൻ, CHM സലാം, കുഞ്ഞി മുഹമ്മദ് അഞ്ചച്ചവടി, KT സജി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാളികാവ്. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.